Good morning day traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്താണെന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഇന്നലെ പറഞ്ഞ ട്രേഡ് പ്ലാനിൻ്റെ റിവ്യൂ നോക്കാം. നമ്മൾ ഇന്നലെ USD പറഞ്ഞ വ്യൂ ഒരു ബുള്ളിഷ് വ്യൂ ആയിരുന്നു. നമ്മൾ പറഞ്ഞത് ഈ ഒരു FVGയിൽ വന്നു കഴിഞ്ഞാൽ ബൈസ് നോക്കാമെന്നായിരുന്നു പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു FVGയിലേക്ക് വരാണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് അപ്സൈഡ് ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തു. എന്താ റീസൺ ഈ ഒരു FVG നമ്മൾ ഇന്നലെ മിസ് ഔട്ട് ചെയ്തു പോയി. അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ഞാനത് സ്പോട്ട് ചെയ്തില്ല. അവിടെ ഈ ഒരു FVG നമ്മൾ ഇന്നലെ സ്പോട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെ ഇവിടുന്ന് നല്ലൊരു എൻട്രീസൊക്കെ ആയിരുന്നു. ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അടുത്തൊരു എൻട്രി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇവിടെ ഏകദേശം ഈ ഒരു ടൈമിലായിരുന്നു ഞാൻ വെച്ചത്. ഞാൻ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ ഇന്നലത്തെ യൂട്യൂബ് ലൈവിൽ ഞാൻ ബ്രേക്ക് ഡൗണും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ അവിടെ എടുത്തതെന്നുള്ളത്. ഈ ഒരു ഏഷ്യനിലോ സ്വീപ്പ് ആയപ്പോഴായിരുന്നു ഞാൻ എൻട്രി നോക്കിയത്. 3 മിനിറ്റിലായിരുന്നു ഞാൻ എൻട്രി നോക്കി വെച്ചത്. അത് ഞാൻ ടാർഗറ്റ് ഏഷ്യൻ ഹൈ ആയിരുന്നു വെച്ചത്. അത് ടാർഗറ്റ് കിട്ടി. പക്ഷെ നമ്മുടെ മെയിൻ എൻട്രി ഇതായിരുന്നു. അത് കാരണം ഞാൻ ഹാഫ് റിസ്കിലായിരുന്നു ഞാനിവിടെ എടുത്തത്, മെയിൻ പ്ലാൻ അല്ലാത്തത് കാരണം. ഇവിടെ വന്നിരുന്നായിരുന്നു എൻ്റെ എൻട്രി ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും മെയിൻ പ്ലാൻ അനുസരിച്ച് പ്രോപ്പർ റിസ്ക് വെച്ച് എന്നെ എടുത്തേനെ. സോ വാട്ട്സ് നെക്സ്റ്റ് ഇന്നത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു 4 hour FVG തന്നെയാണ്. ഈ ഒരു ജേണി കാണുന്നതായിട്ട് ഈ ഒരു ബൈ സെക്യൂരിറ്റിയിലേക്കുള്ളൊരു ജേണി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്, ഈ ഒരു ബൈ ജേണി. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ഈ ഒരു ഇത് ഹൈ മാർക്കറ്റ് എടുക്കാനായിട്ട് കാണാം. ടിൽ ദിസ് മൊമെൻറ്റ് ഷോർട്ട് ചെയ്യാൻ മാത്രം കൺഫർമേഷൻസ് ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല. ഈവൻ ഇപ്പം നിൽക്കുന്ന ഒരു പ്രീമിയം പറയുകയാണെങ്കിൽ പോലും എന്നാലും നമ്മുടെ 1 hour ടൈം ഫ്രെയിമിൽ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ഷോർട്ട് കൺഫർമേഷൻ 1 hour ടൈം ഫ്രെയിമിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കാം USD. സോ ടിൽ ദിസ് മൊമെൻറ്റ് ഐ ആം ബുള്ളിഷ് ഓൺ USD. ഇനി 1 hour എന്തെങ്കിലും ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ വന്നാൽ മാത്രമേ, ഒരു ബെയർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നാൽ മാത്രമേ ഞാനിനി ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് USD ഞാൻ നോക്കുള്ളൂ. നെക്സ്റ്റ് ഡോളർ നമുക്ക് കഴിഞ്ഞ വീക്ക് എന്നല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ ബെയറിഷ് വ്യൂ ആയിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കുള്ളൊരു ജേണി ആയിരുന്നാണ് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ അതിനു മുമ്പ് പറഞ്ഞത് ഈ 2 സെൽസ് ലിക്വിഡിറ്റീസ് ആയിരുന്നു. ആ 2 സെൽസ് ലിക്വിഡിറ്റീസും കഴിഞ്ഞു ഓർഡർ ബ്ലോക്ക് എത്തി. ഇപ്പോഴും ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ബയേഴ്സ് കിക്കലാവുന്നൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ബയേഴ്സ് അവിടെ സസ്റ്റെയിൻ ആവാൻ ബയേഴ്സിന് കഴിയുന്നില്ല. ബയേഴ്സ് ഇപ്പോഴും സ്ട്രഗിളിങ് തന്നെയാണ്. സോ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഈ ഒരു FVGന്ന് എവിടെന്നെങ്കിലും ഒരു വരുന്ന മണിക്കൂറുകളിൽ സെല്ലേഴ്സ് സ്റ്റെപ്പിനാവണമെന്നുണ്ടെങ്കിൽ USD ബൈ ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അറിയാമല്ലോ, ഡോളറിന് ഇൻവെസ്റ്റ് കോറിലേറ്റഡ് പെയറാണ് USD. അപ്പോൾ ഡോളറിൽ സെല്ലേഴ്സ് സ്റ്റെപ്പിനായി കഴിഞ്ഞാൽ ഈ വരുന്ന FVG ഇതൊക്കെ ഒരു നല്ല ലിക്വിഡിറ്റി ഏരിയാസ് ആണ്. ഇതെല്ലാം ഇവിടെയൊക്കെ സെല്ലേഴ്സ് സ്റ്റെപ്പിനായാൽ ഞാൻ ഡെഫിനറ്റ്ലി USD ഞാൻ ബൈ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഡോളറിലുള്ള എൻ്റെ വ്യൂ. സോ ഐ ആം ബുള്ളിഷ് ഓൺ USD ആൻഡ് ബെയറിഷ് ഓൺ US dollar. അൺലെസ് US ഡോളറിൽ ഇവിടെ നിന്നൊരു 1 hour ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല. ടിൽ ദിസ് മൊമെൻറ്റ് നമുക്ക് അത്രയും കൺഫർമേഷൻസ് ഒന്നുമില്ല ബയേഴ്സ് ഇവിടെ കിക്കിനാവുന്നുള്ളത്. നമുക്ക് നോക്കാം. എന്തെങ്കിലും 1 hour ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. USDയിലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ബെയർ സ്ട്രക്ചർ ഷിഫ്റ്റ്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വ്യൂ മാറും. യൂറോയിൽ ബെയറിഷ് ആവും, ഡോളറിൽ ബുള്ളിഷ് ആവും. നോക്കാം വരുന്ന മണിക്കൂറുകളിൽ ആരായിരിക്കും ഇവിടെ ഈ ഒരു ബാറ്റിൽ ബയേഴ്സ് ആയിരിക്കോ സെല്ലേഴ്സ് ആയിരിക്കോ ജയിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മളതിൻ്റെ അകത്ത് സോണും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ബയോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബയോയിൽ നമ്മളോട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സാപ്പ് നമ്പറും എന്തെങ്കിലും അത്യാവശ്യം കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇൻ കേസ് ഈ ലിങ്ക് വർക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ടെലിഗ്രാമിൽ പോയി സെർച്ച് ചെയ്താൽ മതി. കറൻസി വിപ്സ് അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ജോയിൻ ചെയ്യാൻ പറയണത് വേറെ ഒന്നുമല്ല, എന്തെങ്കിലും സോണിൽ അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പോൾ ലണ്ടൻ സോൺ കഴിയുമ്പോൾ ചിലപ്പോൾ ലണ്ടൻ സെഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ന്യൂയോർക്ക് ടൈം 1:25 കഴിഞ്ഞു. അപ്പോൾ 2 മണിയാകുമ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഒരു ന്യൂയോർക്കിനൊക്കെ മുമ്പായിട്ട് എന്തെങ്കിലും സോണിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനൽ. സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് ഗോൾഡിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഗോൾഡിൽ ഒരു ഷോർട്ട് വ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒരു ഷോർട്ട് വ്യൂ പ്ലാൻ ആയ പോലെ വർക്കായിട്ടില്ല. കാരണം ഇന്നലെ ഞാൻ നോക്കിയ ഗോൾഡിൽ ഷോർട്ട് ചെയ്യാൻ നോക്കിയ ഏരിയാസ് ഇതൊക്കെയായിരുന്നു.
അവിടെ നിന്ന് ചെറിയൊരു മൊമെൻറ്റം താഴത്തേക്ക് മാർക്കറ്റ് തന്നിരുന്നെങ്കിൽ പോലും, സോറി ഇതല്ല ഇതായിരുന്നു, ഇവിടെ ചെറിയൊരു മൊമെൻറ്റം മാർക്കറ്റ് തന്നിരുന്നെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ഇന്നലെ ഗോൾഡ് പക്കാ ബുള്ളിഷ് ആയിരുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ ന്യൂയോർക്ക് ടൈമിലാണ് കുറച്ചെങ്കിലും ബെയറിഷ് ആയത്. ബട്ട് എനിക്ക് ആ വ്യൂ കിട്ടിയില്ല. ഈ ബൈ ആയിരുന്നു ഇവിടെ നിന്ന് മെയിനായിട്ട് നടന്നേച്ചത്. ബൈ എൻ്റെ പ്ലാൻ അനുസരിച്ചായിരുന്നില്ല ബൈ വന്നേച്ചത്. ഞാൻ ബൈ എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ താഴെ വന്നിട്ട് ഉള്ള ഏരിയാസിൽ നിന്ന് എടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാന്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി മാർക്കറ്റ് അങ്ങോട്ടേക്കൊന്നും വന്നില്ല. ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് വീണ്ടും പുഷ് ചെയ്തു പോയി. നമുക്ക് ആകെ കിട്ടിയ പ്രോപ്പറായിട്ടുള്ള എൻട്രി USD മാത്രമായിരുന്നു. ഇതിൽ കിട്ടിയ ഗോൾഡിൽ കിട്ടിയ എൻട്രി പക്കയായിരുന്നില്ല. USD ഈ ഇട്ട ഒരു ബുള്ളിയോ പക്കയായിട്ട് തന്നെ ഇന്നലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാനിന്നലെ അതിൻ്റെ PNL കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലത്തെ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി വാട്ട്സ് നെക്സ്റ്റ് ഓൺ ഗോൾഡിൽ ഇതിപ്പോൾ കാണുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഞാൻ അടുത്തായിട്ട് റെസിസ്റ്റൻസ് ഏരിയ പറഞ്ഞേക്കുന്നത് 2537.83. ഈ ഒരു ഏരിയയിലാണ് അടുത്തായിട്ട് സെല്ലേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്ന മണിക്കൂറുകളിൽ ഞാനൊരു എന്താ പറയുക, വരുന്ന മണിക്കൂറുകളിൽ ഒരു ബൈ ആക്ഷൻ തന്നെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. പക്ഷേ എവിടെയായിരിക്കും അടുത്ത ബൈയിങ് അടുത്ത ബൈയിങ് നടക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ദിസ് സോൺ, ഈ ഒരു സോണിൻ്റെ ഇടയിലായിരിക്കും ഞാൻ അടുത്തതായിട്ട് ബൈയേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ളതായിട്ട് ഞാൻ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്ന് ഈ ഏരിയയോ അല്ലെങ്കിൽ ഈ ഏരിയയോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അടുത്തതായിട്ട് ഗോൾഡിൽ ബൈയേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ബൈയേഴ്സ് നമുക്ക് നല്ലൊരു എൻട്രി ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ മിനിമം ടാർഗറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നും നല്ല ബ്രേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് 2537 ആയിരിക്കും. അതുവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഗോൾഡിൽ ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് എത്രാം തീയതിയാണ്? ഓഗസ്റ്റ് 8 ആണ്. ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8 അല്ല, ഓഗസ്റ്റ് 21 ആണെന്ന്. ഓഗസ്റ്റ് 21 ഇന്ന് ആകെ ഡോളറിൽ ഒരു FOMC മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്. FOMC മീറ്റിംഗ് മിനിറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ല. മെയിൻ FOMC അല്ല, മീറ്റിംഗ് മിനിറ്റ്സ് ആണ്. സോ മാർക്കറ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ഇതാണ്. പിന്നെ 2 PM ആണ് ന്യൂയോർക്ക് ടൈം. അതായത് നമ്മുടെ ഇന്ത്യൻ ടൈമിൽ പറയുമ്പോൾ രാത്രി 11:30ക്കാണ് ഈ ന്യൂസ് വരുന്നത്. അപ്പോൾ സോ എന്തായാലും ആ ടൈം സ്വിംഗ് ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പേടിക്കാതെ വരിക. സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ SL എന്തായാലും 1 hour 4 hourലേക്ക് താഴെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ പോലും വലിയ സീൻ ഉണ്ടാവില്ല, സ്ലിപ്പേജ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ഒരു ഇതുണ്ടാവില്ല. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ പ്രോഫോമൊക്കെ അനുസരിച്ചിരിക്കും ന്യൂസ് ട്രേഡിങ് നിങ്ങൾ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ചില ഫേംസൊന്നും ചില പ്രോഫോംസൊന്നും ന്യൂസ് ട്രേഡിംഗ് ഒന്നും ടോളറേറ്റ് ചെയ്യില്ല, എൻ്റർടൈൻ ചെയ്യില്ല. സോ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ക്ലീൻ ഡേ ആണ്. നല്ല ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. നാളെയാണ് മെയിനായിട്ടുള്ള PMA ഒക്കെ ഉള്ളത്. നാളെ ഞാൻ ഡിസ്കസ് ചെയ്യാം. നാളെ പറയാം അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇന്നത്തെ അനാലിസും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി അനാലിസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. മാത്രമല്ല ICT മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ICC കൺസെപ്റ്റ്സ് ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീക്കിലി 2-3 എപ്പിസോഡ്സൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. ഇതുവരെ 9 എപ്പിസോഡ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ICTയുടെ പല ഇൻട്രാഡേ ആൻഡ് സ്വിംഗ് ട്രേഡിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന പല ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിങ്ങൾക്ക് ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കറൻസീപ്സ് അക്കാഡമിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതിപ്പോൾ ചാനലാണ് നിങ്ങൾ കാണാം. കറൻസീപ്സ് ചാറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്കൊരു ഗ്രൂപ്പ് കാണാം. ഈ ഗ്രൂപ്പിൽ വന്നാലും നിങ്ങൾ പബ്ലിക്കിന് ചാറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗ്രൂപ്പാണ്. ഇങ്ങനെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാലും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും നമ്മൾ റീപ്ലൈ തരും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത ഫ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നാളെ കറൻസീപ്സ് വരുന്നതായിരിക്കും. So stay tuned. Signing off house from Currency Tips.